ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു തക്കാളിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളിച്ചോറാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ചെയ്യും. സ്കൂൾക്ക് കൊടുത്ത് വിടാൻ നല്ലൊരു ഇതാണ്. അപ്പോൾ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ തക്കാളിച്ചോറൊന്നും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പച്ചരിയാണ്, ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തിളപ്പിച്ച് ഊറ്റുകയാണ് കേട്ടോ. തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ ഇടണം. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതേപോലെ 1/2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതൊരു ബിരിയാണീൻ്റെയൊക്കെ ഒരു ഇതുപോലത്തെ ഒരു ചോറന്നെയാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഉഴുന്ന് പരിപ്പും കടുകും കൂടെയാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരും വേണം. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും വേണം. അപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ അതാ നന്നായി കളർ മാറി കടുക് പൊട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയും ഒരു പച്ചമുളകും, അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ, കുറച്ച് സമയം അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പാൻ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേണ്ട ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂണ്. അതേപോലെ 1/4 ടേബിൾ സ്പൂണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അത് രണ്ടും. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂണും ഇല്ല കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മസാല അധികം വേണ്ട, ചോറ് ഇങ്ങനെ മസാല കുത്തുന്ന ഒരു ഇതുണ്ടാവും. പിന്നെ ഇത്തിരി കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി ചേർക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അതൊക്കെ ഇതായിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി ആയിരുന്നു. തക്കാളി നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തക്കാളി ഒന്നിങ്ങനെ ഈ ഇതുകൊണ്ട് ഈ തവ കൊണ്ടൊക്കെ ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കാരണം മസാലകളൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും ചോറിൽ പിടിക്കുള്ളൂ. ഇത്തിരി ഗ്രേവി ഉണ്ടായാലും അത് ചോറിലേക്ക് വേഗം പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ആ സമയത്തൊന്ന് ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി വഴറ്റിയപ്പോൾ ഇട്ട് കൊടുത്തതല്ലേ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൊടുത്തു. പിന്നെ ചോറിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ശ്രദ്ധിക്കും വേണം കേട്ടോ. ഉപ്പ് രണ്ടിലും സെയിം ആയിട്ട് വരണം. പിന്നെ അതാ ചോറിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചോറ് ഊറ്റി വെള്ളം വരാൻ വേണ്ടി വെച്ചിരുന്ന ചോറാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും ആ മസാല വരുന്ന രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി കുത്തി ഇളക്കൊന്നും വേണ്ടട്ടോ, അപ്പോൾ ചോറൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ അതാ നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് തവി കൊണ്ട് ആക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു മിനിറ്റോളൊക്കെ മതി ചെറുതീയിൽ കേട്ടോ, അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ചിക്കന് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചോറൊന്ന് തുറന്ന് നോക്കിക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല വാസനയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് മാറ്റാം നമുക്ക്. ചോറിന് പൊന്നൂന് കേട്ടോ ഞാൻ ഒന്ന് കൊടുത്ത് വിടണത്. അവളെ ചോറ് പാത്രത്തിലേക്ക് നിറക്കുകയാണ്. പിന്നെ ചിക്കനും ചോറും, ഈ ചോറ് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചൂടാറിയിട്ട് മാത്രം അടച്ച് വെക്കാം. നല്ല ചൂടിൽ അടച്ച് വെച്ചാൽ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും ചോറുക്ക്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബായ്.